വചനം വായിക്കുമ്പോൾ എങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ സാധാരണ പറയുന്നൊരു 5 കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യുക. അതായത് വചനം ഓർത്തിരിക്കാൻ എന്തൊക്കെ ചെയ്യാനൊക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വചനത്തിലൂടെ കർത്താവിനെ കേൾക്കുക. ലിസൺ ടു ദ ലോർഡ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ വെറുതെ അങ്ങ് വായിച്ച് വിടുകയില്ല. അത് വായിച്ച് നമ്മളിപ്പം ഒരു യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുവാന്നിരിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ച് അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് വായിക്കുമ്പം നമ്മൾക്ക് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ആണല്ലോ ഉള്ളത്. 1 തെസ്സലോനിയർ 5:23 നമ്മൾ വായിക്കുന്നത് എന്താ? സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. നമുക്ക് ആത്മാവുണ്ട്, സോൾ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ, അല്ലെങ്കിൽ ആ ദേഹി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡും വിൽ പവറും ഇമോഷൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ബോഡിയുണ്ട്, നമ്മുടെ അനാറ്റമിക്കൽ ബോഡി വിച്ച് വി ക്യാൻ ടച്ച് ആൻഡ് സീ. അപ്പം നമ്മൾ വചനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു സൗകര്യം നിന്ന് വചനം കേൾക്കുന്നു, അപ്പോൾ നമ്മുടെ ചെവിയിലൂടെ നമ്മളുടെ ബോഡി നമ്മളവിടെ ഉപയോഗിക്കുന്നു. നമ്മൾ വചനം വായിക്കുമ്പം നമ്മളുടെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളുടെ ബോഡിയിലൂടെ ആ വചനം എങ്ങോട്ട് ചെല്ലുന്നു? നമ്മളുടെ ബ്രെയിനിലേക്ക് ചെല്ലുന്നു, അതായത് നമ്മളുടെ ദേഹിയിലേക്ക് ചെല്ലുന്നു, അവിടെ സോൾ. അപ്പോൾ നമ്മൾ വി ആർ ഇൻസ്ട്രക്റ്റഡ് ഇൻ ദ മൈൻഡ് അബൌട്ട് വാട്ട് ഈസ് സെഡ് ഓവർ ദേ. ഇപ്പം വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളുടെ മൈൻഡിൽ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മളുടെ ബോഡിയിലൂടെ അത് നമ്മളുടെ സോളിൻ്റെ തലത്തിലെത്തി. എന്നാൽ അതിലൂടെ അത് പിന്നെ നമ്മുടെ സ്പിരിറ്റിൻ്റെ തലത്തിലേക്ക് എപ്പോഴാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വിൽ പവർ, നമ്മളുടെ ആ ഒരു കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സറണ്ടർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു വചനം നമുക്കൊരു ആത്മാവിനൊരു പോഷണമായി തീരുന്നത്. അത് വചനത്തിൽ നമ്മളിപ്പം യോഹന്നാൻ സുവിശേഷം വായിക്കാൻ തുടങ്ങും. അപ്പോൾ ആ യോഹന്നാൻ 1:4 എന്താ നമ്മൾ വായിക്കുന്നത്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവൻ ആ മനുഷ്യർക്ക് വെളിച്ചം. അപ്പം യേശുവിൻ്റെ ആ ജീവിതം, ആ ലൈഫാണ് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീർന്നത്. ഇന്ന് എന്നിലൂടെ ആ ലൈഫാണ് വരണ്ടെന്നുള്ളൊരു കാര്യം ഞാനത് മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ അവിടെ കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് അവിടുന്ന് എന്നെ കർത്താവെ അങ്ങയുടെ അതുപോലെയുള്ളൊരു വെളിച്ചം, ആ ഒരു ജീവൻ്റെ വെളിച്ചം എന്നിലും പകരണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അത് ആത്മാവിൻ്റെ തലത്തിലേക്ക് പോവുക. നമ്മൾ ആ വചനത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മാവിലായിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതെന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വചനം ഓർത്തിരിക്കേണ്ട 5 പടികളിൽ 1ാമത്തെ പടി പറയുവാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യത്തിൽ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ആത്മവിവശനായി തീർന്നു എന്നൊക്കെയാണ് നമ്മൾ മലയാളം പരിഭാഷയിൽ അൺഫോർച്ചുനേറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 1:10 ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും കുറച്ചുകൂടി സിമ്പിളായിട്ട് ക്ലിയറായിട്ടുള്ള പരിഭാഷ ഇങ്ങനെ വേണം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി തീർന്നു. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, ഞാൻ ആത്മാവിലായിരുന്നു ഓൺ ദ ലോർഡ്സ് ഡേ ആൻഡ് ഐ ഹേർഡ് ബിഹൈൻഡ് മീ എ ലൗഡ് വോയിസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് എ ട്രംപറ്റ്. നമ്മൾ ആത്മാവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് നമ്മൾ ആത്മാവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ദേഹി ആത്മാവായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പം ആ ഒരു സ്വർഗത്തിന് അഗ്നിയായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറയുന്ന ഒരവസ്ഥ, നമ്മളെ തന്നെ ഒരു നിർമ്മല മനസ്സാക്ഷിയോടെ ദാഹത്തോടെ കർത്താവിന് മുമ്പാകെ നമ്മളതിന് പൂർണ്ണമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ നമ്മളൊന്ന് നിറയുമ്പം നമ്മൾ ആത്മാവിലായി എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനൊക്കെ. പരിശുദ്ധാത്മ നമ്മൾ നിറയുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ, ആ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റൊക്കെ നമ്മളൊന്ന് നിറയുന്ന ഒരവസ്ഥ, കർത്താവിൻ്റെ പ്രസൻസ് നമുക്ക് കുറച്ചുകൂടെ റിയലായിട്ട് മാറുന്നൊരവസ്ഥ, അവിടെ നമ്മൾ ആത്മാവിലാകുന്നെന്ന് പറഞ്ഞ് ഈ റേഡിയോയുടെ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുമ്പം കറക്റ്റ് സ്റ്റേഷനിൽ കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇവിടെ എന്നെ കേൾക്കുന്ന എയർ ഇന്ത്യ വർക്ക് ചെയ്യുന്ന ബ്രദറൊക്കെ ഇപ്പം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രദറിനൊക്കെ അറിയാം അല്ലേ, കറക്റ്റ് സ്റ്റേഷനിൽ ട്യൂൺ ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസിയിൽ ആ സ്റ്റേഷൻ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ നമ്മൾ ആത്മാവിലായിരിക്കുമ്പോഴാണ് കർത്താവിൽ നിന്ന് കൂടുതൽ അത് യഥാർത്ഥത്തിൽ ആത്മാവിൽ അത് സംഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ, ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ കർത്താവിനോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അത് കുറച്ചുകൂടെ ഒരു ഫ്രീ ഫ്ലോ ആയിട്ട് മാറിത്തീരുന്നു. അവിടെ നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വചനം ധ്യാനിക്കുമ്പം നമ്മൾ കണ്ണുകളിലൂടെ അത് ദേഹിയിലെ തലത്തിലേക്ക് പോയി കാര്യങ്ങൾ മനസ്സിലാവുന്നു. അത് നമ്മൾ ആ വചനത്തിന് മുമ്പാകെ നമ്മളതിനെ സറണ്ടർ ചെയ്യുമ്പം ആ വചനം കർത്താവ് നമ്മുടെ ഹൃദയപലകമേൽ എഴുതുന്നു. വചനം യേശുവിൽ ജഡമായി തീർന്നതുപോലെ നമ്മളുടെ ജീവിതത്തിലും ആ വചനം ജഡമായിട്ട് തീരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ കർത്താവിൻ്റെ വചനം ഓർത്തിരിക്കാനുള്ള 5 സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ
കർത്താവിനെ കേൾക്കുക, കർത്താവിൽ നിന്ന് തന്നെ കേൾക്കുക. ഏതെങ്കിലും മനുഷ്യനിൽ നിന്ന് കേട്ടതിൽ ഒരിക്കലും തൃപ്തിപ്പെടാതിരിക്കുക. ഇപ്പം തന്നെ ഞാനിപ്പോൾ വചനം പറയുന്നു, നിങ്ങൾ സൗകര്യങ്ങൾ കേൾക്കുന്നു, പക്ഷെ അതിലല്ല തൃപ്തിപ്പെടേണ്ട. കർത്താവിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡായിട്ട് കർത്താവ് എനിക്ക് കേൾക്കണം. ഞാൻ ഈ റെഫറൻസും കാര്യങ്ങളും ഒക്കെ എഴുതിയെടുക്കുന്ന ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ എസ്പെഷ്യലി ആ ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ വചനങ്ങളൊക്കെ പലയിടത്തു നിന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആ വചനത്തിൻ്റെ റെഫറൻസ് ഒക്കെ എഴുതിയെടുത്തിട്ട് ഞാൻ തന്നെ ഹോസ്റ്റലിൽ വന്ന് ആ വചനം പിന്നെയും വായിച്ച് ധ്യാനിച്ച് ഐ വുഡ് ഹിയർ ദ ലോർഡ് ത്രൂ ദോസ് വേഴ്സസ് അഗെയിൻ. അപ്പോഴാണ് എനിക്ക് ആ വചനം തേനിലും തേൻകട്ടയിലും മധുരമായി തീർന്ന് നമ്മൾ 119 സങ്കീർത്തനത്തിൻ്റെ 103 വാക്യത്തിലാവുന്ന വായിച്ചതുപോലെ നമ്മൾ ആ പേഴ്സണലായിട്ട് ആ വചനത്തിലൂടെ ഈശോ കർത്താവ് എന്നോട് സംസാരിക്കുന്നൊരവസ്ഥ, പരിശുദ്ധാത്മ നിറയപ്പെട്ട് കർത്താവിനോട് ആ ഒരു ദാഹത്തോടെ നമ്മളായിരിക്കുമ്പം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നൊരവസ്ഥ അത് രുചിച്ചറിയാൻ സാധിക്കും. അപ്പോൾ കർത്താവിൽ നിന്ന് കേൾക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ വചനത്തിന് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക, അത് ഒബേ ചെയ്യാൻ വേണ്ടി. ആ വചനത്തിൽ എന്താണോ, ചിലപ്പോൾ ഒരു പ്രോമിസ് ആയിരിക്കും, ഒരു കമാൻഡ്മെൻ്റ് ആയിരിക്കും, ഒരു വാർണിംഗ് ആയിരിക്കും, എന്താണെങ്കിലും ആ വചനം അനുസരിക്കാൻ വേണ്ടി കർത്താവെ ഞാൻ എന്നെ തന്നെ തരുന്ന കർത്താവെ ആ വചനം എൻ്റെ ഭാഗമാക്കണമേ. ബി ഇറ്റ് അൺടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ് എന്ന് ആരാ പറഞ്ഞേ? അമ്മ മറിയം പറഞ്ഞു. ലൂക്കോസ് 1:38 വാക്യത്തിൽ ആ ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്ന് നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പം അയ്യോ അതെങ്ങനെ സാധിക്കും, അപ്പം ദൈവത്താൽ ഒന്നും അസാധ്യമല്ലെന്ന് പറയുമ്പം ലൂക്കോസ് 1:38 വാക്യത്തിൽ മറിയ എന്താ പറയുന്നത്? അതിന് മറിയ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ, നിൻ്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ബിഹോൾഡ് ദ ബോണ്ട് സ്ലേവ് ഓഫ് ദ ലോർഡ്, മേ ഇറ്റ് ബി ഡൺ ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ മറിയത്തിൻ്റെ ആ ഒരു ലോർഡ് ബി ഇറ്റ് അൺ ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. കർത്താവെ അവിടുത്തെ വചനത്തിൽ ഞാനിത് കാണുന്നു. ആ വചനത്തെ കണ്ണാടിയോട് ഉപമിച്ചിരിക്കുന്നു. നമ്മൾ യാക്കോബ് 1:23 നമ്മളത് വായിക്കുന്നുണ്ട്. ആ വചനമാകുന്ന കണ്ണാടിയിൽ നമ്മൾ കർത്താവിൻ്റെ ഗ്ലോറി ആണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതെന്നൊക്കെ 2 കൊരിന്ത്യർ 3:18 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ കർത്താവിൻ്റെ മഹത്വം, കർത്താവിനെ അധികമായിട്ട് നമ്മൾ അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അവിടെ എല്ലാം കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണുമ്പോൾ ആ കർത്താവിൻ്റെ മഹത്വത്തിന് മുമ്പാകെ നമ്മളുടെ ഇല്ലായ്മയെ നമ്മൾ കാണുന്നു. നമ്മളെ തന്നെ അവിടെ നമ്മൾ സറണ്ടർ ചെയ്യുമ്പം ബി ഇറ്റ് അൺടു മീ അക്കോർഡിംഗ് ടു വേർഡ് എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം തന്നെ പതുക്കെ പരിശുദ്ധാത്മാവാകുന്ന കർത്താവിൻ്റെ വിരൽ വെച്ച് കർത്താവ് നമ്മുടെ ഹൃദയ പലകമേൽ ആ വചനങ്ങളെ കാർവോൺ ചെയ്യുന്നു. ഐ വിൽ റൈറ്റ് മൈ ലോസ് അപ്പോൺ ദ ഹാർട്ട് എന്ന് യെരമ്യാവിലുള്ള ആ ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രവചനം എബ്രായർ 8 നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായർ 8 മുതൽ 11, 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ആ 10 വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എബ്രായർ 8:10 ഐ വിൽ റൈറ്റ് മൈ ലോസ് അപ്പോൺ ദ മൈൻഡ് ആൻഡ് അപ്പോൺ ദ ഹാർട്ട്സ് എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ മനസ്സിലും ഹൃദയത്തിലും കർത്താവിന് നമ്മളുടെ കർത്താവിൻ്റെ വചനങ്ങൾ എഴുതുന്ന ഒരവസ്ഥ. അങ്ങനെ നമ്മൾ കർത്താവിൽ നിന്ന് വചനം കേൾക്കുന്നു. ആ കേട്ട വചനത്തോട് നമ്മളതിനെ സറണ്ടർ ചെയ്യുന്നു. അത് അനുസരിക്കാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ നോക്കുന്നത്? ഈ വചനം ഓർത്തിരിക്കാൻ വേണ്ടി അത് അണ്ടർലൈൻ ചെയ്യാം, മാർക്ക് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഞാനാണെങ്കിൽ എൻ്റെ ബൈബിളിൻ്റെ സൈഡിൽ തന്നെ അതിന് ക്രോസ് റെഫറൻസസ്, ഇപ്പം ഒരു വചനത്തോട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലൂക്കോസ് 1:38 ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ യാക്കോബ് 1:21 എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു അവിടെയും വചനം ഇംപ്ലാന്റഡ് വേർഡ് എന്നൊക്കെ പറയുന്നൊരു വാക്യം അവിടെ യാക്കോബ് 1:21 പറയുന്നുണ്ട്. അപ്പം ഞാൻ മാസങ്ങൾക്ക് മുമ്പേ കുറിച്ച് വെച്ചത് ഞാൻ ഇപ്പോഴും അപ്പോൾ ലൂക്കോസ് 1:38 നോക്കുമ്പോൾ യാക്കോബ് 1:21 അതിനോട് കോറിലേറ്റ് ചെയ്ത് ഞാൻ കർത്താവിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാക്യം ക്രോസ് റെഫറൻസസ് ആയിട്ടുള്ള വചനങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ദൈവം സംസാരിക്കുന്ന വാക്യങ്ങൾ, സൗരകളിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് കുറിച്ച് വെക്കാം. പിന്നെ നോട്ട്ബുക്കിലോ നോട്ട്സിലോ ഒക്കെ എഴുതി വെക്കാം. തീർച്ചയായിട്ടും ചിലപ്പോൾ നോട്ട്സ് എപ്പോഴും നമ്മൾ എടുത്തുകൊണ്ട് പോകാത്ത ആൾക്കാരാണെങ്കിൽ ബൈബിളിൽ തന്നെ എന്തെങ്കിലും പേപ്പറുകളിലോ ചെറിയ ഡയറി നോട്ട്സായിട്ടോ ഒക്കെ ചെറിയ ചിലരൊക്കെ നോട്ട്സ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന സ്റ്റിക്കർ മാതിരിയുള്ള പേപ്പറൊക്കെ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പലർക്കും പല രീതിയിൽ. ചിലർ വചനം അടയാളപ്പെടുത്തുന്നതിൽ നമ്മളൊരിക്കലും മടി പിടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്നോ ഞാനിത് വായിച്ചിട്ടുള്ള എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ മറന്നുവിട്ടുണ്ട്. പക്ഷേ ആ അടയാളപ്പെടുത്തിയ ചില വേർഡ്സ് ഞാൻ വളരെ ദൈവം കൂടുതൽ സംസാരിച്ച കാര്യങ്ങൾ കൂടുതൽ നല്ല ഡാർക്കായിട്ട് അടയാളപ്പെടുത്തി. എൻ്റെ പഴയ ബൈബിളൊക്കെ നോക്കിയിട്ട് എല്ലാ പേജിലും ഫുൾ അടയാളപ്പെടുത്തലുകളാണ്. പക്ഷേ അത് ചിലപ്പോൾ പുതിയ ബൈബിളിൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പ്രയാസമുള്ള ചില വാക്യങ്ങൾ പഴയ ബൈബിളിൽ പെട്ടെന്ന് എനിക്ക് എടുക്കാൻ നോക്കുന്നത് വെച്ചാൽ അത് അതുപോലെ അടയാളപ്പെടുത്തി അതിൻ്റെ ലൊക്കേഷൻ വരെ
അത് നമ്മുടെ മെമ്മറിയിൽ അതങ്ങ് പതിഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തി ഹൈലൈറ്റ് ചെയ്യുകയും നോട്ട്സ് എഴുതിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ നാലാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ വചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കാൻ ഒക്കും അതൊക്കെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലുള്ള വചന കേൾവിയാകട്ടെ, ബാക്കിയുള്ളവരിൽ നിന്ന് വചനം നമ്മൾ അതുപോലെ നമുക്ക് പ്രയോജനമുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ വചനം കേൾക്കുന്നു, വചനത്തിൻ്റെ അതുപോലെ നല്ല കമൻട്രീസോ കൺകോർഡൻസോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. എനിക്ക് പേഴ്സണലായിട്ട് സാക്വിനം ബ്രദറിൻ്റെ ടീച്ചിങ്സും കാര്യങ്ങളൊക്കെ cfcindia.com എന്നുള്ള ആ സൈറ്റിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വചനത്തെ കൂടുതൽ ത്രൂ ദ ബൈബിൾ എന്ന് പറഞ്ഞൊരു സീരീസൊക്കെ എനിക്ക് ഒത്തിരി ആ വചനത്തിന് നല്ലൊരു ഫ്രെയിംവർക്ക് എൻ്റെ മനസ്സിലുണ്ടാകുവാൻ അതൊക്കെ ഒത്തിരി ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ആ ഫ്രെയിംവർക്ക് മേലിൽ ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ കർത്താവ് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഒരു നമുക്ക് ബെസ്റ്റ് റിസോഴ്സസ് എവിടുന്ന് ബൈബിളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് അൺഅഡൾട്ടറേറ്റഡ് ആയിട്ട് നമുക്ക് എവിടുന്നൊക്കെ എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കാനൊക്കെ അങ്ങനെയുള്ള മെസ്സേജസ് കേൾക്കുകയോ ബുക്സ് വായിക്കുകയോ കമൻട്രീസ് നോക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയുള്ള റിസോഴ്സസ് ഉപയോഗിക്കുന്നൊരു കാര്യം നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറയാം. അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് എന്താ, ഷെയർ വാട്ട് ദ ലോർഡ് ഹാസ് സ്പോക്കൻ ടു യു വെനെവർ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. എപ്പോഴൊക്കെ നമുക്കൊരു അവസരം ഉണ്ടോ, അതിപ്പം മീറ്റിങ്ങിലാവട്ടെ, ബാക്കി ചിലപ്പം വാട്സപ്പിലായിരിക്കും, ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ചിലപ്പം എൻ്റെ പല കൗൺസിലിംഗ് സെഷൻസിലായിരിക്കും ദൈവം നമ്മളോട് സംസാരിച്ച പല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ അതിനെ തൃണവത്ഗണിക്കാതെ അവിടെ നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ 10,000 വട്ടം ഷെയർ ചെയ്തൊരു വചനം നമ്മൾ അതിൻ്റെ റെഫറൻസ് ഒരിക്കലും മറന്നു പോകത്തില്ല അല്ലേ. പലരും വചനം എങ്ങനെ ഓർക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും പറയും ഈ വചനത്തിന് ഈ റെഫറൻസ് തന്നെ ഞാനിപ്പോൾ ഒരു 10,000 അല്ല ചിലപ്പോൾ അതിലും കൂടുതൽ തവണ ഈ 20 വർഷങ്ങൾക്കുള്ളിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും. അപ്പം പിന്നെ അങ്ങനെ കൂടുതൽ ചിലപ്പോൾ ആദ്യം ഷെയർ ചെയ്യുമ്പം ആ ബുക്ക് ചിലപ്പോൾ ജെനിസസ് മാത്രമേ ഓർമ്മ കാണത്തില്ല, രണ്ടാമത് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും അത് ജെനിസസ് 2 ആണെന്ന് ഓർമ്മ വരുന്നത്, മൂന്നാമത് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ജെനിസസ് 2-ൻ്റെ 3rd വേഴ്സാണെന്ന് ഓർമ്മ വരുന്നത്. എന്ന് പറയുന്നത് പോലെ വീണ്ടും നമ്മൾ ഷെയർ ചെയ്യുമ്പം നമ്മൾ പ്രൊവേർബ്സിൽ ഇതിനോട് ബന്ധപ്പെട്ടൊരു വാക്യമുണ്ട്, പ്രൊവേർബ്സ് സദൃശവാക്യം 11:25 ഇങ്ങനെ പറയുന്നത്, തണുപ്പിക്കുന്നവന് തണുപ്പ് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് ഹി ഹു വാട്ടേഴ്സ് അതേഴ്സ് വിൽ ഹിംസെൽഫ് ബി വാട്ടേർഡ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത്. മലയാളത്തിലത് വായിച്ചോട്ടെ. സദൃശവാക്യം 11:25 ദ ജനറസ് മാൻ വിൽ ബി പ്രോസ്പെറസ്, ഹി ഹു വാട്ടേഴ്സ് വിൽ ഹിംസെൽഫ് ബി വാട്ടേർഡ്. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് നൽകും. തണുപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ വെള്ളം നനയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷ് ബൈബിളിൽ, വാട്ടറിങ് അതേഴ്സ്. അങ്ങനെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ജലം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ തണുപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ വചനമാകുന്ന ജലം തരും. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നമുക്ക് ദൈവം തരുന്നതെല്ലാം ഒരു റിസർവെയർ, ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നമ്മളായിരിക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് സ്റ്റിങ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ അവരുടെ ഔട്ട്ഫ്ലോയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോടായിരിക്കും, ഭാര്യ ഭർത്താവ് മക്കളുടെ ബന്ധുക്കളോടായിരിക്കും, ചിലപ്പം നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കുമായിരിക്കും, ബാക്കി കൂട്ടുകാരോടായിരിക്കും, വേറെ പല അവസരങ്ങളിൽ നമുക്ക് ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം വചനത്തെ ജലത്തോട് ഉപമിച്ചിരിക്കുന്നുണ്ടല്ലോ. എഫേസ്യർ 5:26 അത് നമ്മൾ വചനമാകുന്ന ജലസ്നാനത്താൽ എന്നൊക്കെ വായിക്കുന്നുണ്ട്, വാഷിംഗ് ഓഫ് വാട്ടർ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പം വചനത്തെ ജലത്തോട് ഉപമിച്ചിരിക്കും. അപ്പം നമ്മൾ വചനം കൊണ്ട് മറ്റുള്ളവരെ നനയ്ക്കുമ്പോൾ ദൈവം തന്നെ കൂടുതലായിട്ട് വചനം നമുക്കത് ഓർമ്മയിൽ വരുവാനും ആ വചനം തന്നെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഒക്കെ ദൈവം തന്നെ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും വചനം ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതുവരെ കാണാത്ത ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഒരു ആത്മാവിലായിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വ്യക്തമായിട്ട് എന്തെങ്കിലും കൂടെ എൻ്റെ ഒരു ചെറിയൊരു ഹയർ ഡയമെൻഷനും കൂടെ കാണുവാനൊക്കെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. അതായത് വചനം ഷെയർ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് തന്നെ അതിനെക്കുറിച്ചൊരു കൂടുതൽ വ്യക്തത വരുവാനും എല്ലാം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ്, കർത്താവിൽ നിന്ന് ആ വചനത്തിലൂടെ കേൾക്കുക, അതിനെ ദൈവത്തിന് സറണ്ടർ ചെയ്യുക, രണ്ടാമത്തെ കാര്യം, മൂന്നാമത് അണ്ടർലൈൻ ചെയ്യുന്നു, നോട്ട്സ് എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നാലാമത് ബാക്കി എന്തെല്ലാം റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഗോഡ്ലി മെൻ്റെ ബുക്സോ അതുപോലുള്ള റിസോഴ്സസോ മെസ്സേജസോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, നമുക്ക് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം ദൈവം ഓപ്പർച്യൂണിറ്റീസ് തരുന്നു അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെല്ലാം ചെയ്യുമ്പോൾ ആ വചനം കൂടുതലായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അത് നമ്മൾ ആ വചനം നമുക്ക് ഏറ്റവും അതൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിത്തരും. ബൈബിൾ വായിക്കുന്നത് ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യം ആവത്തില്ല.